കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഉണ്ണിമോൾക്ക് വലിയൊരു സമ്മാനപ്പൊതിയൊക്കെ നൽകിയിരിക്കുകയാണ് അഭിജിത്ത്. അപ്പൊ സമ്മാനപ്പൊതി കിട്ടിയതും ഉണ്ണിമോളെ സന്തോഷത്തോടു കൂടിയ പൊതി അങ്ങോട്ട് അഴിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു പൊതി അഴിക്കുമ്പോൾ അതിനകത്ത് വേറൊരു പൊതി, അങ്ങനെ കുറെ അഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അവസാനം വന്നപ്പോൾ അതിനകത്തൊരു തേങ്ങ. ഇത് കണ്ടുകൊണ്ട് ചുറ്റും കൂടുന്ന അഭിജിത്തും മനു എല്ലാരും കൂടി അങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ്. ഉണ്ണിമോൾക്ക് വല്ലാത്ത സങ്കടമായിപ്പോയി. പെട്ടെന്ന് ദിവ്യ പറഞ്ഞു, ഇതെന്താ അഭിജിത്തെ കാണിച്ചേ? ഇതേ നാണം ഉണ്ടോ നിനക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്? ഇങ്ങനെയാണോ കാണിക്കേണ്ടതെന്ന് ചോദിക്കാം. പിന്നെ ഇവൾക്കെന്ന് വെച്ചാൽ ഞങ്ങൾ സ്വർണ്ണമല്ലേ അങ്ങ് സമ്മാനമായിട്ട് കൊടുക്കാൻ പോന്നേ. ഇവൾക്കേ ഈ തേങ്ങയൊക്കെ മതി, അതിനുള്ള കാര്യമൊക്കെ ഉള്ളതെന്ന് പറയാം. ഉണ്ണിമോൾക്ക് വല്ലാത്ത സങ്കടമായിപ്പോയി. ഉണ്ണിമോൾ എന്ത് ചെയ്യണം, ടീച്ചറിനോട് രാധ ടീച്ചറിനോട് പരാതി പറയാനായിട്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയം ദിവ്യ പറഞ്ഞു, എന്താളും കാണിച്ച മോശമായി പോയിട്ടോ അഭിജിത്തേന്ന് പറയാം. പിന്നീട് രാധ ടീച്ചറിനെ അന്വേഷിച്ച് അങ്ങോട്ട് പോയി കഴിയുമ്പോഴാണ് ഗിരിദേവനും വാവയും അങ്ങോട്ട് വരുന്നേ. അല്ല ഉണ്ണിമോൾ ഇത് എങ്ങോട്ടാന്ന് ചോദിക്കും. അതെ രാധ ടീച്ചറിനെ കാണാൻ പോവാ. രാധ ടീച്ചറിനെ കാണാനാ? അതെന്തിനാ? ആ അഭിജിത്തും കൂട്ടുകാരെ എന്നെ കളിയാക്കിന്ന് പറയാം. കളിയാക്കി എന്തിനാ? സമ്മാനപ്പൊതിയാന്ന് പറഞ്ഞ് അവർ തന്നിട്ട് തേങ്ങ എനിക്ക് തന്നെ. അത് മാത്രമല്ല അവരെന്നെ ഇൻസൾട്ട് ചെയ്യുകയും ചെയ്തെന്ന് പറയാം. ഓ അതാണ് ആ കാര്യം. അതിന് പരാതി പറയാൻ പോവായിരിക്കും അല്ലേ? അതെ ടീച്ചർ അവരെ വിളിച്ച് നല്ല ചീത്ത പറഞ്ഞോളൂ എന്ന് പറയാം. ഉണ്ണിമോള് പരാതി പറഞ്ഞിട്ട് എന്താ കാര്യം? ഒന്നെങ്കിൽ ടീച്ചർ രണ്ടടി വെച്ച് കൊടുക്കും. അവന്മാർക്ക് അതുമെല്ലാം പുത്തിരിയാണോ? അല്ല, അപ്പൊ ഉണ്ണിമോള് തന്നെ വേണം ഇത് കൈകാര്യം ചെയ്യാനെന്ന് പറയാം. ഞാൻ കൈകാര്യം ചെയ്യാനോ? അതെങ്ങനെയാ ഗിരിദേവാ എനിക്ക് സാധിക്കുന്നേ? എനിക്ക് പറ്റുമോ അവന്മാരെ എതിർത്ത് നിൽക്കാൻ? ആ നല്ല കഥയെ ആരായി പറയണേ? ഉണ്ണിമോളാ. കുറെ സർപ്പങ്ങളെ നടുവിന്ന് താരനെ രക്ഷിച്ചാരാ? ഉണ്ണിമോള്. മണിമാളികയിൽ അകപ്പെട്ട ജീവനെ രക്ഷിച്ച് മണിമാളികയ്ക്ക് ശാപമോഷം കൊടുത്താരാ? അത് ഉണ്ണിമോള്. പിന്നെ എന്തെല്ലാം കാര്യങ്ങൾ അങ്ങനെ നടത്തിയിരിക്കുന്നു. ഈ അടുത്ത് തന്നെ ആയിട്ട് നടത്തിയ കാര്യങ്ങളൊക്കെ ഉണ്ണിമോൾക്ക് അറിയാവുന്ന കാര്യമല്ലേ? അയ്യപ്പസ്വാമിയുടെ ഉത്സവം നടത്താൻ വേണ്ടിയിട്ടും അതിനുശേഷം ഉണ്ടായ സംഭവങ്ങളൊക്കെ ഉണ്ണിമോൾക്ക് അറിയാമല്ലേ? ബാലികാദേവി വരെ ആയതാ ഉണ്ണിമോള്. ആ ഉണ്ണിമോളോടല്ലേ അവന്മാര് കളിക്കുന്നേ. അതിന് മാത്രം ശക്തിയും ബുദ്ധിയൊന്നും അവന്മാർക്കില്ല. ഉണ്ണിമോള് തന്നെ വേണം ഇത് നേരിടാനായിട്ട്. വെറുതെ തോറ്റോടിയിട്ട് കാര്യമില്ല. പഴയ ഉണ്ണിമോളല്ല, ഉണ്ണിമോൾക്ക് ഇപ്പൊ നല്ല ശക്തിയും ബുദ്ധിയും ഉണ്ടെന്ന് പറയാം. ഉണ്ണിമോളുടെ മനസ്സിനൊരു ആത്മധൈര്യം കൊടുക്കുവാണ് ഗിരിദേവൻ. ആണോ ഗിരിദേവ? ആ ശരി അന്നാ ഞാൻ അവന്മാരുടെ അടുത്തേക്ക് ചെല്ലാന്ന് പറയാണ്. അങ്ങനെ ഉണ്ണിമോൾ അങ്ങോട്ട് പോകുമ്പോൾ ഗിരിദേവനും ബാവരും ഒന്ന് പരസ്പരം നോക്കി ഒന്ന് പുഞ്ചിരിക്കുവാണ്. പിന്നീട് അഭിജിത്തും കൂട്ടരും ഇങ്ങനെ ഓരോ വർത്താനമൊക്കെ പറഞ്ഞ് ഗ്രൗണ്ടിൽ ഇരിക്കുകയാണ്. ഈ സമയത്താണ് അഭിജിത്തിന്റെ തലയിലേക്ക് വന്ന് ബോള് കൊള്ളുന്നത്. ബോള് വന്ന് തലയെ കൊണ്ടു. അഭിജിത്ത് ആ ബോളും കൂടെ എടുത്തു. തിരിഞ്ഞു വന്ന് കഴിഞ്ഞപ്പോ ഉണ്ണിമോളും ദിവ്യയും നന്ദനയൊക്കെയായിരുന്നു. നീ എന്റെ തലയെ ബോൾ അടിക്കുമല്ലേടി എന്ന് ചോദിക്കാം. ഇത് കേട്ടത് ഉണ്ണിമോള് പതറിയില്ല. ഉണ്ണിമോള് പെട്ടെന്ന് പറഞ്ഞു, അതെ ഇങ്ങനെ വന്ന് ഗ്രൗണ്ടിൽ വന്ന് ചുമ്മാ കുത്തിയിരുന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പം ബോളൊക്കെ തലയെ കൊണ്ടെന്നിരിക്കും. മര്യാദയ്ക്ക് മാറിയിരിക്കണം എന്ന് പറയാം. ഇത് കേട്ടതും പെട്ടെന്ന് മനു പറഞ്ഞു, സോറി പറയടി എന്ന് പറയാണ്. പിന്നെ സോറി പറയാനായിട്ട് ഞാൻ സോറി പറയാം. ആദ്യം എന്നെ ഇൻസൾട്ട് ചെയ്താനേ അഭിജിത്ത് സോറി പറയട്ടെ എന്ന് പറയാം. കണ്ണൻ പറഞ്ഞു, അതിന് നിന്നോട് സോറി പറയേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ നീ തെറ്റ് ചെയ്തേ, മര്യാദയ്ക്ക് സോറി പറയണെന്ന് പറയാം. ഉണ്ണിമോള് പറഞ്ഞു, എന്നോട് പറയണ ഞാനും പറയും. ഇല്ല ഞാൻ സോറി ഒന്നും പറയത്തില്ലെന്ന് പറയാം. അവളുടെ അഹങ്കാരം കണ്ടില്ലേ? ആ ഗിരിദേവനെ വാവിലും കണ്ടിട്ടാന്ന് തോന്നേ. അവരെന്തൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതാ ഇപ്പൊ അവൾ ഇങ്ങനെ കാണിക്കണമെന്ന് പറയാം. ഈ സമയം അഭിജിത്ത് പറഞ്ഞു, നീ സോറി പറയത്തില്ലല്ലേന്ന് ചോദിക്ക. ഇല്ലാന്ന് പറയണം. ആ സമയം കണ്ണന്റെ കയ്യിൽ ഒരു വാട്ടർ ബോട്ടിൽ ഇരിപ്പുണ്ടായിരുന്നു. അത് അങ്ങോട്ട് വാങ്ങിച്ചു. നിന്നെ ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞുകൊണ്ട് അത് തുറന്നിട്ട് ആ കുപ്പിയുടെ അടപ്പ് തുറന്ന് അത് ഉണ്ണിമോളുടെ തല വഴി ഒഴിക്കാൻ തുടങ്ങുകയാണ്. പെട്ടെന്ന് ഉണ്ണിമോൾ അതങ്ങോട്ട് പിടിച്ചിട്ട് തിരിച്ച് അഭിജിത്തിന്റെ തലവഴി അങ്ങോട്ട് ഒഴിച്ചു വിട്ടു. അഭിജിത്ത് നനഞ്ഞ് കുളിച്ചു നിന്നു. ഈ സമയം ദിവ്യയും നന്ദന എല്ലാരും കൂടെ പൊട്ടിച്ചിരിക്കുകയാണ്. അഭിജിത്തിന് അതങ്ങോട്ട് സഹിച്ചില്ല. ഭയങ്കര നാണക്കേടായി പോയത്. ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇപ്പൊ എങ്ങനെയുണ്ട്? എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. മര്യാദയ്ക്ക് സോറി പറയാൻ ഞാൻ ആദ്യമേ പറഞ്ഞല്ലേ. ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു അഭിജിത്തെ എന്നും പറഞ്ഞിട്ട് വാന്നും പറഞ്ഞിട്ട് ബാക്കി ഫ്രണ്ട്സിനെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് കളിക്കാൻ പോവാണ്. ആകെ ക്ഷേമമായി പോയി അഭിജിത്തിന്. അഭിജിത്ത് പറഞ്ഞു, ഇത് അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, അവൾക്കോട്ടുള്ള പണി കൊടുക്കണമെന്ന് പറയാം. അല്ല നീ എന്ത് ചെയ്യാനാ ഉദ്ദേശിച്ചിരിക്കണേ? അതൊക്കെ ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. നീ വാടാന്ന് പറഞ്ഞ് കണ്ണനെ മനുവിനെ അവരെല്ലാം കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോവാണ്. പിന്നീട് കളിയെല്ലാം കഴിഞ്ഞിട്ട് ക്ലാസ്സിലേക്ക് വരുവാണ് ഉണ്ണിമോളൊക്കെ. അങ്ങനെ ഉണ്ണിമോള് വന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കണ ദിവ്യ പറഞ്ഞു, എന്താണെങ്കിലും ഇന്ന് അഭിജിത്തിനിട്ട് ദേ മീനാക്ഷി കൊടുത്ത പണി നല്ലൊരു പണിയായിപ്പോയി. ഇത് നേരത്തെ കൊടുക്കുവായിരുന്നെങ്കിൽ അവന്മാരിങ്ങനെ തല കയറി നിരങ്ങില്ലായിരുന്നു പറയാം. അത് ശരിയാന്ന് പറയണം. അല്ല നിങ്ങൾ എനിക്കൊരു ബുക്സ് തന്നല്ലോ. അതെ നിനക്ക് ഭയങ്കര ഇഷ്ടമല്ലേ കഥാപുസ്തകമൊക്കെ, അതുകൊണ്ടാ തന്നേന്ന് പറയാം. അതിന്റെ പുറത്ത് പേരെഴുതിയിട്ടുണ്ടായിരുന്നോ?
ദിവ്യെന്നും നന്ദനെന്നും പേരെഴുതിയില്ല എന്ന് പറയാണ്. പേരെഴുതണ്ടേ? പിന്നെ എപ്പോഴേലും ഞാൻ വായിക്കാൻ എടുക്കുന്ന സമയത്ത് നിങ്ങളെ എനിക്ക് ഓർക്കാൻ പറ്റൂലോ, ഞാൻ എടുത്തുതരാം, നിങ്ങളത്തെ പേരെഴുതാൻ പറയാണ്. അങ്ങനെ ബാഗ് പോയി തുറന്നു കഴിഞ്ഞപ്പോ കഥപുസ്തകം അതിനകത്തില്ല. പെട്ടെന്ന് ഉണ്ണിമോള് പറഞ്ഞു, അയ്യോ ഇതിനകത്ത് ആ പുസ്തകം ഇല്ലെന്ന് പറയാണ്. അത് പിന്നെ എവിടെ പോയി? അവിടെ എല്ലാം അരിച്ചു തപ്പി. ഇത് മിക്കവാറും ആ മനുവിന്റെ അഭിജിത്തിന്റെ ഒക്കെ പണിയായിരിക്കും എന്ന് പറയാം. ഈ സമയം അവന്മാർ ആ പുസ്തകം കൊണ്ട് അവിടെ സ്റ്റെപ്പിൽ വന്നിരിക്കുവായിരുന്നു. ഉണ്ണിമോള് വന്നിട്ട് ചേടാ ആ പുസ്തകം അങ്ങോട്ട് തരാൻ പറയണ. പുസ്തകം തരാൻ? ഏത്? ഇതാ. ഇത് നിന്റെ എന്നുള്ളതിന് എന്റെ തെളിവിരിക്കുന്നത്. എടാ അതെനിക്ക് ദിവ്യ നന്ദനെയൊക്കെ സമ്മാനമായിട്ട് തന്ന. പിന്നെ ദിവ്യ നന്ദനെയൊക്കെ സമ്മാനമായിട്ട് തന്നു പോലും. അതെ ഇത് തരാൻ പറ്റില്ലെന്ന് പറയാ. എടാ താടാന്ന് പറയാണ്. സോറി പറയാണ്, തരാം. ഇത് കേട്ടതും ഉണ്ണിമോള് ഇല്ല ഞാൻ സോറി പറയത്തില്ല എന്ന് പറയാം. എന്നാ വേണ്ട, ഇതിപ്പൊ ഞാൻ കീറാൻ പോവാന്ന് പറയാണ്. പെട്ടെന്ന് ഉണ്ണിമോള് പറഞ്ഞു, അയ്യോ കീറില്ലെന്ന് പറയാണ്. അതെ നീ എന്നോട് സോറി പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇത് കീറൂന്ന് പറയാം. ഈ സമയം കണ്ണൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഇവള് സോറി പറയുന്നതിന് പകരം ഇവള് വേറൊരു കൂട്ടം ചെയ്യട്ടെ എന്ന് പറയണേ. എന്ത് കാര്യം ചെയ്യാനായിട്ടാ? അത് കാണിച്ചു കൊടുക്കാം, നീ തവള ചാടിയാൽ മതി എന്ന് പറയാം. അവിടെ ഒരു ചാക്ക് കിടപ്പുണ്ടായിരുന്നു. പിന്നീട് കണ്ണൻ എന്ത് ചെയ്യുവാണ്, ആ ചാക്ക് എടുത്തിട്ട് ദേ ഇങ്ങനെ തവള ചാടിയാൽ മതി എന്ന് പറഞ്ഞ് തവള ചാടുന്ന എങ്ങനെയാന്ന് കാണിച്ചു കൊടുക്കുക. എന്നിട്ട് അവന്മാരെല്ലാം കൂടെ ചിരിക്കുവാണ്. ഈ സമയത്ത് ഉണ്ണിമോള് പറഞ്ഞു, ഇല്ല ഞാനത് ചെയ്യില്ല എന്ന് പറയാണ്. ആ നീ ചെയ്യില്ലെങ്കിൽ എന്നാ ഇപ്പൊ തന്നെ ഞാനിത് കീറൂന്ന് പറഞ്ഞിട്ട് അഭിജിത്ത് കീറാൻ തുടങ്ങിയപ്പോഴത്തേനും പെട്ടെന്നാണ് അങ്ങോട്ട് ഗിരിദേവനും മാമ്യം വന്ന്. ഗിരിദേവൻ ആ കയ്യെ കയറിയും കൂടെ പിടിച്ച് തടഞ്ഞു. ഓഹോ ബോഡി ഗാർഡ് വന്നല്ലോ, ഞാൻ ഓർക്കും ചെയ്തു ഇത്ര സമയമായിട്ട് എന്താ വരായിരുന്നേന്ന്. ഈ സമയം കണ്ണൻ പറഞ്ഞു, അത് അവര് തമ്മിലുള്ള പ്രശ്നമാണ്, മീനാക്ഷി അഭിജിത്തുള്ള പ്രശ്നം. അതിനകത്ത് അവർ തമ്മിൽ അത് ഇടപെട്ട് തീർത്തോളും, നീ അതിനകത്ത് ഇടപെടേണ്ട കാര്യമില്ലെന്ന് പറയാം. ഇത് കേട്ടതും ഗിരിദേവൻ പറഞ്ഞു, അതെ ഞാൻ ഇടപെടേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു, പക്ഷെ ആ പുസ്തകം കീറാൻ തുടങ്ങിയതുകൊണ്ടാ ഞാൻ അവന്റെ കയ്യെ കയറി പിടിച്ചതെന്ന് പറയാം. അത് കീറേണ്ട കാര്യമൊന്നുമില്ല, കാരണം എന്താണെന്നറിയാവോ? മനുവിനോടായിട്ട് പറഞ്ഞു, നിങ്ങൾ ഒരു തവണയെങ്കിലും ഈ പുസ്തകം വായിച്ചിരിക്കണം. 3 മണ്ടന്മാരെ ബുദ്ധിമാന്മാരാക്കുന്ന കഥയാ വിഷ്ണു ശർമ്മ ഈ പഞ്ചതന്ത്രത്തിൽ എഴുതിയേക്കെന്ന് പറയാണ്. ഇത് കേട്ടതും അവന്മാരാകെപ്പാടെ നാണം കെട്ടുപോയി. കാരണം 3 മരമണ്ടന്മാരെന്ന് പറഞ്ഞു. അപ്പൊ തങ്ങളെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ തങ്ങളെ ഗിരിദേവൻ മരമണ്ടെന്ന് വിളിച്ചു. ഇത് കേട്ടതും അഭിജിത്ത് എന്തെയാണ്, ആ പുസ്തകം കൊണ്ട് ഓടുകയാണ്. അന്നായതെന്ന് കണ്ടിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞോണ്ട് അവന്മാരങ്ങോട്ട് ഓടിപ്പോയി. ഉണ്ണിമോൾ എന്റെ പുസ്തകം തരാനും പറഞ്ഞോണ്ട് പുറകെ അങ്ങോട്ട് ഓടുവാണ്. പക്ഷേങ്കില് അവന്മാരെന്ത് ചെയ്യണം, അവന്മാർ നിന്നില്ല. ഈ സമയം ഗിരിദേവനും ഭാവിയെന്ന് പരസ്പരം നോക്കുക. അവന്മാര് ഗ്രൗണ്ടിൽ പോയിരുന്നിട്ട് പറഞ്ഞു, അതെ അവൾക്ക് ഇനി പുസ്തകം കൊടുക്കണ്ട, അവൾക്ക് പുസ്തകം കൊടുക്കണമെങ്കിൽ അവള് വന്ന് സോറി പറയട്ടെ, സോറി പറയാതെ ഈ പുസ്തകം കൊടുക്കണ്ടെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പം അഭിജിത്ത് ശരിയാ, അവള് ഒന്ന് സോറി പറയണം. സോറി പറയാൻ മാത്രമല്ല അവള് തവള ചാടണം. ഇനിയിപ്പൊ അവള് മാത്രം തവള ആടിയാ പോരാ, ആ ഗിരിദേവനും ഭാവയുണ്ടല്ലോ, എന്താ പറഞ്ഞേ, നമ്മള് മരമണ്ടന്മാരാന്ന്, അവന്മാരും കൂടെ സോറി പറയട്ടെ, എന്നാലും ഇനിയിപ്പൊ ഈ പുസ്തകം കൊടുക്കത്തുള്ളൂ, അല്ലെ ഇനി കൊടുക്കത്തില്ലെന്ന് പറയാം. ഈ സമയം ദിവ്യ നന്ദനയും കൂടെ വന്നിട്ട് പറഞ്ഞു, എന്ത് പരിപാടിയെ കാണിച്ചേ, അവൾക്ക് ആ പുസ്തകം ഉണ്ണിമോളൊക്കെ അങ്ങ് തിരിച്ചു കൊടുക്കാൻ പറയണം. അപ്പോൾ ഉണ്ണിമോളും കൂടെ അങ്ങോട്ട് വന്നു. പക്ഷെ അവന്മാര് പുസ്തകം തിരിച്ചു കൊടുക്കാനായിട്ട് കൂട്ടാക്കില്ല. ഇതങ്ങനെ തരാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം, ആദ്യം നീ പറഞ്ഞ കാര്യം ചെയ്യ. ഈ സമയം ഉണ്ണിമോൾക്ക് സങ്കടമായിപ്പോയി. ഉണ്ണിമോള് നേരെ രാധ ടീച്ചറിനെ വിളിക്കാണ്ട് അങ്ങോട്ട് പോവാണ്. അങ്ങനെ ചെന്ന് രാധ ടീച്ചറിനെ വിളിച്ചോണ്ട് അങ്ങോട്ട് വരുക. രാധ ടീച്ചറിനോട് പറഞ്ഞു, അതെ എന്റെ പുസ്തകം അവന്മാര് അടിച്ചെടുത്തോണ്ട് പോയി, അത് കീറിക്കളയുമെന്ന് പറയുന്നു പറയാ. ആണോ? അന്ന് അവന്മാരെ ഒന്ന് കണ്ടിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞ് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരിക. ഈ സമയത്ത് രാധ ടീച്ചർ വരുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ മനുവും അഭിജിത്തും അവരെല്ലാരും കൂടെ അങ്ങോട്ട് ഓടുവാണ്. അവര് അവിടെ നിന്നില്ല. പിന്നെ ഈ സമയത്ത് ഉണ്ണിമോൾ രാധ ടീച്ചറെ കൂടിക്കൊണ്ട് അങ്ങോട്ട് വന്നു. അവിടെ വന്ന് നോക്കിയപ്പം ഒന്നും അവരാരുമില്ല. ഈ സമയം ദിവ്യ നന്ദനം പറഞ്ഞു, ദേ ഉണ്ണിമോളും രാധ ടീച്ചറും വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ അവന്മാരങ്ങോട്ട് ഓടിയെന്ന് പറയാം. ഇത് കേട്ടോ ഉണ്ണിമോൾക്ക് ഭയങ്കര വിഷമായി. അപ്പൊ രാധ ടീച്ചർ പറഞ്ഞു, വിഷമിക്കണ്ട മീനാക്ഷി, അവരെവിടം വരെ ഓടും, അവന്മാരെ കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാന്ന് പറയാണ്. എത്രത്തോളം വരെ ഓടുമെന്ന് നമുക്ക് നോക്കാന്ന് പറയാം. പിന്നീട് അവന്മാരെന്ത് ചെയ്യണം, 3 പേര് ഓടി ഓടി കുറെ അങ്ങ് ചെന്നു. നമുക്ക് ഇവിടെ നിൽക്കാം, ഇങ്ങോട്ട് എന്തായാലും രാധ ടീച്ചർ വരത്തില്ല എന്ന് പറയാം. എങ്ങാനും വന്നാലോ? വന്നാലല്ലേ, വരത്തില്ല, നമുക്ക് അങ്ങോട്ട് തന്നെ മാറി ഒളിക്കാന്നും പറഞ്ഞ് അവരങ്ങോട്ട് പോവാണ്. ഈ സമയം ഉണ്ണിമോളും രാധ ടീച്ചറും ദിവ്യയും നന്ദനയൊക്കെ അങ്ങോട്ട് വരിക. അവിടെയെങ്ങും കണ്ടില്ല, ഇവിടെ എങ്ങും അവന്മാരെ കാണുന്നില്ലോ എന്ന് പറയാണ്. ഉണ്ണിമോൾക്ക് വല്ലാത്ത വിഷമായിപ്പോയി. ഉണ്ണിമോൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക, അവന്മാർ എവിടെയായിരിക്കും പോയി ഒളിച്ചതെന്നൊക്കെ ആലോചിച്ച്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.